ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി 31 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. ഇവിടെ ദാവീദ് ചമച്ച ഒരു സങ്കീർത്തനമാണ് 31 സങ്കീർത്തനം. ദാവീദ് പറയുകയാണ്, ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് നിന്നെ വിടുവിക്കും. ധാരാളം പേര് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചത് ചില ദുഷ്ട കൂട്ടുകെട്ടുകളാണ്. കുഞ്ഞുങ്ങളെ പഠിക്കുവാൻ കോളേജിൽ വിടും, അല്ലെങ്കിൽ സ്കൂളിൽ വിടും. അരുതാത്ത കൂട്ടുകെട്ടിൽ അവർ ചെന്നകപ്പെടും. പിന്നെ ഒരിക്കലും വിടുവിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥ. വിവാഹിതരായ ചില ഭർത്താക്കന്മാർ, ചില ഭാര്യമാർ അരുതാത്ത കൂട്ടുകെട്ടിൽ അകപ്പെടും. പിന്നെ ഒരിക്കലും അവർക്കതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്ന ധാരാളം കുടുംബ ബന്ധങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യയേക്കാൾ, അവരുടെ കുഞ്ഞുങ്ങളെക്കാൾ വലുത് കൂട്ടുകാരാണ്. ചില ഭാര്യമാർക്ക് ഭർത്താവിനെക്കാട്ടിലും കുഞ്ഞുങ്ങളെക്കാട്ടിലും ഏറ്റവും വലുത് അവരുടെ കൂട്ടുകാരാണ്. ചില കുഞ്ഞുങ്ങൾക്ക് അവരുടെ അപ്പനെയും അമ്മയെക്കാട്ടിലും ഏറ്റവും വലുത് അവരുടെ കൂട്ടുകാരാണ്. കൂട്ടുകാർ പറഞ്ഞാൽ എന്തും ചെയ്യും. ഞാനിവിടെ എന്താ ഈ വചനത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്? ദൈവഹിതമില്ലാത്ത എല്ലാ കൂട്ടുകെട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ മനുഷ്യന്റെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിക്കും. എന്നിട്ട് പറയുകയാണ്, എൻ്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞാൻ നിന്നെ മറയ്ക്കും. നീ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലം, ചിലരുടെ തകർച്ചയ്ക്ക് മുമ്പിൽ ചില കൂട്ടുകെട്ടാണെങ്കിൽ, ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ സന്തതിയെ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ മാനുഷിക കൂട്ടുകെട്ടുകളിൽ നിന്ന് വിടുവിക്കണം. ആ കൂട്ടുകെട്ട് നിന്നെ പരാജയത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നിന്നൊരു വിടുതൽ നീ പ്രാപിച്ചാലേ പറ്റൂ. ഈ ദിവസങ്ങളിൽ ചിലരോടൊക്കെ ദൈവം പ്രവചിച്ചു പറയുക, അരുതാത്ത കൂട്ടുകെട്ടുകളിൽ നിന്നെ വിടുവിച്ച് ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നെ ദൈവം പൊതിഞ്ഞു പിടിക്കാൻ പോകും. താങ്ക് യു ലോർഡ്. നമുക്ക് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല ആത്മീയ ജീവിതം നയിക്കേണ്ടവരെ നല്ലതല്ലാത്ത കൂട്ടുകെട്ടുകൾക്കകത്ത് കൊണ്ട് ബന്ധിച്ച് അവർ ആലോചിക്കുന്നത് പോലുള്ള ആലോചനകളിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ച് അവരുടെ ജീവിതം പരാജയമെന്ന പടുകുഴിയിൽ കൊണ്ട് ബന്ധിക്കുവാൻ ദുഷ്ടനിടുന്ന നിഗൂഢ പദ്ധതികളെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ശാസിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവ സാന്നിധ്യത്തിനകത്ത് ദൈവം മറയ്ക്കും. ഗോഡ് ബ്ലെസ് യു.